150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ സിനിമ കാണുന്നതിനൊപ്പം ഒരു കൺസേർട്ടിൽ കൂടെ പങ്കെടുക്കാം. ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ച ഓഫറായിരുന്നു ഇത്. ആടിയും പാടിയും ആ ഓഫറിനെ കേരളക്കര സ്വീകരിക്കുന്ന കാഴ്ച സിനിമയുടെ റിലീസിന് ശേഷം കാണാനും സാധിച്ചു. വെറുമൊരു സിനിമ കാണുന്നതിനും അപ്പുറം ആളുകൾ ഫുൾ ടൈം സീറ്റിൽ ഇരിപ്പുറപ്പിക്കാതെ ഓരോ ഗാനത്തിനുമൊപ്പം ചുവട് വെച്ചു. എമ്പുരാനിലൂടെയും തുടരുമിലൂടെയും മോഹൻലാൽ സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയത്താണ് ആരാധകർക്ക് ആഘോഷിക്കാനായി ചോട്ടാ മുംബൈ തിയേറ്ററുകളിൽ എത്തുന്നത്. റീ റിലീസ് എന്ന വ്യത്യാസമില്ലാതെ തലയെ ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹം കുത്തൊഴുക്കായെത്തി. അതിനു മുൻപും ശേഷവും എത്തിയ പുത്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ചോട്ടാ മുംബൈ കാണാനുള്ള ജനത്തിരക്ക് കണ്ട് അന്തം വിട്ടിട്ടുണ്ടാകും. കേരളത്തിലെ പല തിയേറ്ററുകളിലും ഉത്സവ പ്രതീതിയായിരുന്നു ജൂൺ 6-നും അതിനുശേഷവും ഉണ്ടായത്. മലയാളത്തിൻ്റെ മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒരുതരം മാജിക്. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. തലയും പിള്ളേരും റീ റിലീസിൽ തിയേറ്ററിൽ നിന്ന് എത്ര നേടിയെന്ന് പരിശോധിക്കാം. മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരുമെന്ന ടാഗ്ലൈനോടെ തരുൺമൂർത്തി തുടരും അവസാനിപ്പിച്ചത് മുതൽ കേരളം മൊത്തം ആ വാക്ക് ഒരുമിച്ച് ഉരുവിടാൻ തുടങ്ങിയിരുന്നു. അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. 1 2 അല്ല, ഇനി 10 സിനിമകൾ തുടർച്ചയായി തകർന്നാലും ആ തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ഒരൊറ്റ സിനിമ മതിയെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ ആത്മവിശ്വാസത്തോടെ പറയുമായിരുന്നു. ആ ആത്മവിശ്വാസം അവരുടെ ഇഷ്ടനായകൻ കാത്തു സൂക്ഷിച്ച വർഷമായിരുന്നു 2025. അതും ഒരെണ്ണത്തിൽ ഒതുങ്ങാതെ വീണ്ടും അയാൾ ആ വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. എമ്പുരാൻ, പിന്നാലെ തുടരും, തുടർച്ചയായി 200 കോടി കളക്ഷൻ നേടുന്ന നായകൻ എന്ന ബെഞ്ച് മാർക്ക് അയാൾ 2 മാസത്തിനിടയിൽ സെറ്റ് ചെയ്തു വെച്ചു. ഫസ്റ്റ് ഡേയിൽ ലിയോയെയും ഫൈനൽ കളക്ഷനിൽ മഞ്ഞുമലിനെയും വെട്ടി എമ്പുരാൻ മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ഹിറ്റായി മാറി. പിന്നാലെ എത്തിയ തുടരും ജനപ്രീതിയിൽ എമ്പുരാനേക്കാൾ മുന്നിലെത്തി. ഈ സിനിമകളുടെ ഓളം കെട്ടടങ്ങിയപ്പോഴാണ് അയാൾ വീണ്ടും എത്തിയത്. ഇത്തവണ റീ റിലീസ് ആയിരുന്നുവെന്നത് മാത്രം. മെയ് 21-ന് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് ജൂൺ 6-ലേക്ക് മാറ്റി. ചിത്രത്തിൻ്റെ റീമാസ്റ്റേഡ് 4K വെർഷനാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയത്. കൊച്ചിയിലെ കുറച്ച് യുവാക്കളുടെ കഥ പറയുന്ന അൻവർ റഷീദ് ചിത്രം 2007-ൽ ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയപ്പോഴും വൻ ഹിറ്റായിരുന്നു. സിനിമ തിയേറ്ററുകളിലെത്തി ദിവസങ്ങൾ പിന്നിട്ടു. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ റീ റിലീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണ്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം 37 ലക്ഷം രൂപയാണ് ചിത്രം നേടിയത്. ആഗോളതലത്തിൽ 40 ലക്ഷമാണ് ചോട്ടാ മുംബൈയുടെ ഫസ്റ്റ് ഡേ റീ റിലീസ് കളക്ഷൻ. റീ റിലീസ് ചെയ്ത മലയാളം ചിത്രങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ചോട്ടാ മുംബൈയുടെ ഓപ്പണിംഗ് കളക്ഷൻ. എന്നാൽ ഈ ലിസ്റ്റിൽ മുൻപിലുള്ള 2 ചിത്രങ്ങളും മോഹൻലാലിൻ്റെ തന്നെയാണ്. സ്ഫടികവും മണിച്ചിത്രത്താഴുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. 4-മതും ഒരു മോഹൻലാൽ ചിത്രം തന്നെ, ദേവദൂതൻ. നിലവിൽ 11 ദിവസം കൊണ്ട് 3.47 കോടിക്ക് മുകളിലാണ് മോഹൻലാൽ ചിത്രം നേടിയത്. 2-ാം വാരത്തിലും പല തിയേറ്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുന്നുണ്ട്. 24 വർഷങ്ങൾക്കിപ്പുറമെത്തിയ ദേവദൂതനാണ് മലയാള സിനിമകളിലെ റീ റിലീസ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. 5.4 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫടികം 4.9 കോടിയും മണിച്ചിത്രത്താഴ് 4.6 കോടിക്ക് മുകളിലും നേടി 2-3 സ്ഥാനങ്ങളിലുണ്ട്. നിലവിൽ ചോട്ടാ മുംബൈയാണ് ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത്. മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയും വല്യേട്ടനുമാണ് 5-6 സ്ഥാനങ്ങളിലുള്ളത്. വരും ദിവസങ്ങളിൽ ചോട്ടാ മുംബൈ മറ്റ് ചിത്രങ്ങളെ കടത്തിവെട്ടി 1-ാം സ്ഥാനത്ത് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്ഥിരം മോഹൻലാൽ സിനിമകളെ ബ്രേക്ക് ചെയ്ത് ഇൻട്രോ മുതൽ ക്ലൈമാക്സ് വരെ ചിരിപ്പിച്ചും രസിപ്പിച്ചും കൊണ്ടുപോയ ഒരു ഫൺ റൈഡ് അതായിരുന്നു ചോട്ടാ മുംബൈ. അതുതന്നെയാണ് സിനിമാ പ്രേമികളെ, പ്രത്യേകിച്ച് യുവ പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കാൻ കാരണം. മോഹൻലാലിൻ്റെ ഹ്യൂമർ റോളുകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വാസ്കോ. ഒരു തലതെറിച്ച മകനായി, കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നല്ലൊരു സുഹൃത്തായി, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന നായകനായി അയാൾ ആ വേഷം അതിഗംഭീരമായി അവതരിപ്പിച്ചു. മുള്ളൻ ചന്ദ്രപ്പനും സൈനുവും സുശീലിനും പടക്കം ബഷീറും എല്ലാം അടങ്ങുന്ന തലയുടെ ഗ്യാങ് പ്രേക്ഷകരെ വേണ്ടുവോളം ചിരിപ്പിച്ചാണ് സ്ക്രീൻ വിട്ടിറങ്ങുക. ഇവർക്കൊപ്പം ഭാവനയുടെ പറക്കും ലതിയെയും സായി കുമാറിൻ്റെ കഥാപാത്രത്തെയും രാജൻ പി ദേവിൻ്റെ പാമ്പ് ചാക്കോയെല്ലാം ചേർത്ത് വെച്ച് ചിരിമേളമായിരുന്നു അൻവർ റഷീദ് ഒരുക്കി വെച്ചത്. കലാഭവൻ മണിയുടെ വില്ലൻ കഥാപാത്രവും റീ റിലീസിലും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. നടേശനായി സിനിമയിൽ വില്ലനിസത്തിൻ്റെ പീക്ക് അദ്ദേഹം കാണിച്ചു തന്നു. തലയും പിള്ളേരും തിയേറ്ററുകളിൽ വീണ്ടും വൻ വിജയം സൃഷ്ടിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചോട്ടാ മുംബൈയും ഹിറ്റായതോടെ പഴയ മോഹൻലാൽ സിനിമകൾ ഇനിയും തിയേറ്ററുകളിൽ ഇറക്കിവിടണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം. നരനും നരസിംഹവും 6-ാം തമ്പുരാനും രാവണപ്രഭുവും എല്ലാം ഇത്തരത്തിൽ റീ റിലീസ് അർഹിക്കുന്നവയാണ്. തിയേറ്ററിലെത്തി 2.5 മണിക്കൂർ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് തൻ്റെ ഇഷ്ടനടൻ്റെ ഇഷ്ട സിനിമകൾ കാണാൻ ആരാണ് കൊതിക്കാത്തത്? ഇനിയും പുതിയ സിനിമകളോടൊപ്പം പുത്തൻ മികവിൽ പഴയകാല സിനിമകളും തിയേറ്ററുകളിൽ വിസ്മയം സൃഷ്ടിക്കട്ടെ.